നടക്കാനിപ്പോ കഷ്ടിച്ചു പറ്റും. പൊയ്ക്കോളാം, പേടിക്കണ്ട. അതുകൊണ്ട് ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ കാവല് കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. ആര്? എന്തായി പറയണേ? ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ? അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. അച്ഛൻ ഗുരുവായൂർ നടക്കിൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം. അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ. കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്. അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ ആപത്ത്? പറയൂ, എന്താ ആപത്ത്? അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്. രാജിക്ക്? രാജി മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും. എല്ലാം കളവോ? അവൻ കക്കും, കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ? ഈ രാഘവേട്ടനോ കൊല്ലേ? അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാനാവേണ്ടതായിരുന്നു, നടന്നില്ല. പറയൂ, എന്താ ഉണ്ടായേ? പറയൂ. എനിക്ക് പേടിയാവണോ? ഞാൻ മുഴുവൻ പറഞ്ഞില്ല. വേണ്ട, എനിക്ക് കേക്കണ്ട. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കൊച്ചുട്ടി, നിനക്ക് നടക്കാനായല്ലോ ഇപ്പോ. എന്നാ വൈകിക്കണ്ട, നടന്നോ. ഇത് ബസ് കൂലിക്ക് വെച്ചോ. ബാലേട്ടന് സുഖമായിട്ടില്ല, ഇപ്പൊ പോണില്ല. ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താച്ചാ ചെയ്താ മതി. പോണ്ട, എവിടേക്കും പോണ്ട. ഞാനാ പറയണേ. പോലീസ് വന്നാ ഒളിപ്പിച്ചതിന് നമ്മളും കുടുങ്ങും. അതാ ഉണ്ടാവുക. നീ അത് വിശ്വസിച്ചോ? മയക്കാനവൻ അറിയാമെന്ന് രാഘവൻ പറഞ്ഞ വെറുതെ അല്ല. ഇവിടുത്തെ തഞ്ചവും തരവും കണ്ട് പറ്റിക്കൊള്ളണമെന്ന് തോന്നിയാൽ അവൻ അത് അപ്പുറം പറയും. വിശ്വസിക്കാൻ ഒരുമ്പട്ടോളെ നീയും. അവനെ വേറൊരു ഒരു ഈർച്ചക്കാരനാ, കാശിന് ഗതിയില്ലാത്തവൻ. അത് മനസ്സിലായിക്കോ. കൽപ്പണിക്കാരൻ ഈർച്ചപ്പണിക്കാരനേക്കാൾ കേമനാണോ? എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട അച്ഛൻ. അർഹതയില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അതറിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി?
ഈ കാട്ടുമുക്കി കിടന്ന് കഷ്ടപ്പെടാൻ ഞാനും പോരെ. അത് നീ കൂടെ പറഞ്ഞ് ഉറപ്പിച്ചല്ലോ. നന്നായി നന്നായി. ഊണ് കഴിക്കണ്ടേ? എന്തൊരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ. ഒന്നുമില്ല, കിടക്ക്. വലിയ പൂച്ചയാവും. അയ്യോ, കള്ളൻ, കള്ളൻ, ബാലേട്ടാ, കള്ളൻ, ഓടേ, ബാലേട്ടാ. രാജു, എടാ വെക്കടാ അവിടെ. എടി ഇപ്പൊ കണ്ടോ ഇവനാ കാട്ടുകള്ളെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താടി പറഞ്ഞേ? ഇപ്പൊ കണ്ടോ? വെക്കടാ അവിടെ. ഇതെന്റെ കാശ. അര പട്ടിന് കിടന്ന് ഞാൻ ഉണ്ടാക്കിയ കാശ്. ഉറും പരിമണി സൂക്ഷിക്കും പോലെ രാജി ഈട്ടം കൂട്ടി വെച്ച കാശ്. വെക്കടാ അവിടെ. അവ 100 മോഹം വെച്ച് നുള്ളിപ്പറക്കി വെച്ച കാശും എടുത്ത് ഒറ്റ പോക്ക്. അല്ലടാ നായെ. നാണേട്ടാ, മതിയായില്ലേ? ഇവിടത്തെ വെള്ളം കുടിച്ച് ഈ ഉമ്മറത്ത് കിടന്നതല്ലേ, അതുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കണില്ല. ഇറങ്ങടാ. നാണേട്ടാ, ഇറങ്ങാൻ. കൊച്ചുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ നേരാണ്. നേരോ നുണയോ ആർക്കറിയാം? ഞങ്ങളിവിടെ ഇത്തിരി സ്വൈരായിട്ട് കഴിഞ്ഞിരുന്നവരാ. കടന്നു പോട്ടെ, രണ്ടാളും കടന്നു പോട്ടെ. അച്ഛാ, നമ്മള് മതി. എല്ലാരും കടന്നു പോട്ടെ.